നമ്മൾ തേക്കടിയിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. വന്ന സമയത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ആദ്യം ഞങ്ങളെ ടയർ പഞ്ചറായി, പിന്നെ ഒരു മരം മുറിഞ്ഞു വീണു ഫ്രണ്ടിൽ. നമ്മൾ ഈ തേക്കടിയിലോട്ട് വരുന്ന വഴിക്ക് ഒന്നെങ്കിൽ ആ റോഡ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേനും ഒരു 3-4 കിലോമീറ്റർ കുറഞ്ഞ് കാണിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വഴി എടുത്തു. നല്ല റോഡായിരുന്നേ, പക്ഷെ പോകും തോറും റോഡ് മാറി കാട്ടും പ്രദേശം പോലെയായി. പിന്നെ ഈ ഇളകി മണ്ണ് മാത്രം കിടക്കുന്ന റോഡില്ലേ, അങ്ങനെയായി. ഞങ്ങളുടെ മഴയുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ പൊതഞ്ഞു. റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പുറത്താണെങ്കിൽ ഒരു പുഴയും കൊക്കയും അങ്ങനെ എന്തോ ഒരു ഏരിയ, നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. അത് ആ പ്രദേശത്തോട്ടൊന്നും വീടില്ല. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഈ റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു വീടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ആൻറ്റി 2 പിള്ളേരൊക്കെ. അപ്പോൾ അവരെ വിളിച്ചിട്ട് മാക്സിമം ശ്രമിച്ചു നോക്കി. പക്ഷെ കൂടുതൽ വേഴ്സ് ആവുന്ന അല്ലാണ്ട് ഞങ്ങൾക്ക് ടയർ താഴ്ന്നു പോകുന്ന അല്ലാണ്ട് കയറ്റി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജീപ്പ് വന്നു കേട്ടോ. അങ്ങനെ ആ ജീപ്പ് ഏലത്തോട്ടത്തിലോട്ടെങ്ങാണ്ട് പോകുന്നയാ. ആ അങ്കിളിനും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മിനി ലോറിയില്ലേ, അതൊടുവിൽ വരേണ്ടി വന്നേ. അങ്ങനെ അവർ വന്ന് കയറിട്ട് വലിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ. കുറേ അവിടെ തന്നെ ഏകദേശം ഒരു 3 മണിക്കൂറോളം പോയി. അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് ആണ് നമ്മൾ ഈ തേക്കടിയിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് തേക്കടിയിലോട്ട് പോകുന്ന വഴിക്ക് സ്പൈസസ് ലാപ്പ് എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ഒക്കെ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ പഴമയൊക്കെ വിളിച്ചോതുന്ന കണക്കിലുള്ള ഒരു വീടൊക്കെ പോലെ തോന്നുമെങ്കിലും അത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, ബാ. മസാല ഓംപ്ലേറ്റ് ഉണ്ട്, അവൽ നനച്ചതുണ്ട്, പിന്നെ ചന മസാല ബട്ടൂര, അപ്പം, അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ്, പിന്നെ ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി. ഇവിടെയാണെങ്കിൽ പിന്നെ കോൺഫ്ലെക്സും ചോക്കോസും ബ്രെഡും ജാമും ബട്ടറും അങ്ങനത്തെ, പിന്നെ ഹണി ഉണ്ട്. സൈഡിലാണെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്. ഇത് മസ്മലൻ ജ്യൂസാണ് കേട്ടോ. അത് കുറച്ചെടുക്കട്ടെ. ഞാൻ കുറച്ച് അവൽ നനച്ചതെടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി നമ്മൾ ശർക്കര ഇട്ടതല്ലേ കാണുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് കളറിലാണ് കാണുന്നത്. തേങ്ങയൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. ഏലക്കയുടെ മണമാണ് കേട്ടോ. പിന്നെ ഞാനൊരു ബ്രെഡും കുറച്ച് ഹണിയും ജാമും ബട്ടറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് 3ഉം കൂടെ ആയിട്ട് നമുക്ക് ഒരു ബ്രെഡ് സെറ്റ് ചെയ്യാം. ജാമൊക്കെ നമുക്ക് കുറച്ച് മതി, പക്ഷെ ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അമൂലിൻ്റെ ബട്ടറാണേ. ഇത് നമുക്ക് മൊത്തത്തിലെടുക്കാം. നമ്മുടെ ബ്രെഡ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പൊതുവേ ഹണി അങ്ങനെ എടുക്കത്തില്ല, ജാമും ബട്ടറും മാത്രമായിട്ടാണ് കേട്ടോ സാധാരണ എടുക്കാറ്. എനിക്ക് അതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടം. കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ സ്ട്രോബെറി യോഗത്തില്ലേ അതുപോലെ തോന്നും. അതായത് ജാമിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായിട്ടും ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം. നല്ലതാണ്. മധുരം ഇച്ചിരി കൂടി നിൽക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അത് ഹണിയുടെയാണ് കേട്ടോ. ഹണിയും നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഈ റിസോർട്ട് ഉണ്ടല്ലോ ഒരു ഏലക്കത്തോട്ടത്തിന് അടുത്തായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ നടുക്കിൽ കൂടെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അത് നമുക്ക് പിന്നെ കാണിച്ചു തരാവേ. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ ഞാൻ ആ ഭാഗത്തോട്ട് പോകും. അങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ പിന്നെ കുറേ ടൈപ്പ് റൂംസൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ കുഞ്ഞ് തറവാട് സെറ്റപ്പാണ്, ട്രഡീഷണൽ ഫീലൊക്കെ തരുന്നേ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ റൂമാണ് കേട്ടോ. ഈ 2 റൂമും ഞങ്ങളുടെയാണ്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് 12 മണിക്ക് ശേഷം ഞങ്ങൾക്ക് വേറൊരു റൂമാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്വിമ്മിങ് പൂൾ ഉണ്ട് കേട്ടോ, ഒരു വലിയ പൂളാണ്. കിഡ്സിന് സെപ്പറേറ്റ് ഇത് ഈ ഒരു പോർഷൻ മാറ്റിയിട്ടുണ്ട്. മറ്റ് 4.5 അങ്ങാണ്ടുണ്ട് ആഴം. പിന്നെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാനും ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. ഈ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പൂളിലിടുന്ന ഡ്രസ്സ് വേണം ഇടാൻ. പിന്നെ നമ്മളൊന്ന് വാഷ് ചെയ്യണം, അതായത് നമ്മളൊന്ന് കുളിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ പൂളിൽ ഇറങ്ങാവുള്ളൂ എന്ന് ഇവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂൾ റൂൾസ് ഉണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂം വരുന്നത് അവിടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പൂൾ ആക്സസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് ഉച്ച മുതൽ നാളെ വരെ വേറൊരു റൂമാണ് കേട്ടോ തന്നെ. ഒരു തറവാട് വീടാണ് കേട്ടോ കിട്ടിയത്. കണ്ടോ, പണ്ടത്തെ തറവാട് പോലെ ഇല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ റൂമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ലതാണ്, ഇങ്ങനെ പരിസരമൊക്കെ. ബാക്കിൽ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ വീണ് കിടപ്പുണ്ട്, നമുക്ക് അത് കഴിക്കാം. ആദ്യം ഞാൻ റൂം ടൂർ കാണിച്ചു തരാം കേട്ടോ. അമ്മേ, റൂമിൻ്റെ അകത്താണെങ്കിലും നമ്മൾ പുറമേ നിന്ന് കാണുന്ന കണക്ക് പഴമയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മച്ചൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ വീട്ടിനകത്തോട്ട് കയറി പോകുമ്പോൾ ഒരു ആംബിയൻസ് ഒക്കെ തന്നെയാണ്. അമ്മാമ്മയുടെ വീട്ടിലൊക്കെ വെക്കേഷനിലൊക്കെ പോയി നിൽക്കുന്ന ഒരു വൈബാണ് കേട്ടോ ഇവിടെ.
ആ മച്ചിമ്പുറമൊക്കെ കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കുന്നുണ്ട്. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ബാൽക്കണിയാണ് കേട്ടോ. അയ്യോ നല്ല രസമുണ്ട്. ഇത് അവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വേണ്ടേ. അയ്യോ അമ്മ ഞാൻ കുരുങ്ങിപ്പോയി. അവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ടേ, നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മേ ഇത് രണ്ടും നല്ലതാ. ഈ വള്ളിയിലൊക്കെ കിടക്കണം. നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂം സർവീസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാൽക്കണി ഭയങ്കര നല്ല ആംബിയൻസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചേ. പൊറോട്ടയും മഷ്റൂം ഫ്രൈയും പിന്നെ ചിക്കൻ 65 പിന്നെ സ്വീറ്റ് കോൺ വിത്ത് ചിക്കൻ സൂപ്പ്, ഇത് കടായി ചിക്കൻ, പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ പെപ്പർ ചിക്കൻ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഡെസേർട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ വരുള്ളേ. എന്താ അവരുടെ ചിക്കൻ 65 കേട്ടോ, കൊള്ളാം. ലെമണൊക്കെ യൂസ് ചെയ്തപ്പോഴത്തേനും ഇതിന്റെ ടേസ്റ്റ് കൊള്ളാം കേട്ടോ. കൊള്ളാം കേട്ടോ. ചെറിയ ചെറിയ പൊറോട്ടയാ. ഞാൻ ശരിക്കും 2 പൊറോട്ട ഓർഡർ ചെയ്തത്. ഞാൻ ശരിക്കും 4 പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊറോട്ട ആയതുകൊണ്ട് അവർ 6, 7, 8 ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ലതാണ്. ഈ പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ നല്ലതാണ് കേട്ടോ, കൊള്ളാം, എനിക്കിഷ്ടമായി. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ നല്ലതാണ്. അടുത്ത് മഷ്റൂം ഡ്രൈ ഫ്രൈ നോക്കട്ടെ. കുറച്ച് പൊറോട്ട ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ വെക്കാവോ? നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഡെസേർട്ട് ഇപ്പോഴേ കൊണ്ടുവന്നു കേട്ടോ. ഇപ്പൊ എവിടെ പോയാലും ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ഒബ്സഷൻ ആയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് മുന്തിരി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വണ്ടി എഗെയിൻ പഞ്ചറായി കേട്ടോ. ഇന്നലെ ഫ്രണ്ടിലെ ടയറായിരുന്നു പഞ്ചറായത്. ഇപ്പൊ നോക്കിയപ്പോ തന്നെ ബാക്കിലെ ടയർ പഞ്ചറായി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വണ്ടി എടുത്തിട്ട് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ വന്നേക്കുവാണ് പഞ്ചർ ഒട്ടിക്കാനായിട്ട്. അന്നേരം ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, ഞങ്ങളൊരു പെട്രോൾ പമ്പിന് അടുത്തായിരുന്നേ. ഈ പെട്രോൾ പമ്പൊക്കെ ഇങ്ങനെ കോട കൊണ്ട് മൂടി നല്ല രസമായിരുന്നു. ഇപ്പൊ പക്ഷെ കോടയൊക്കെ പോയി. കുറച്ച് മുമ്പ് നല്ലതായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മേ ബി കോട വരുമായിരിക്കും. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോ പുളിയമ്മല എന്ന് പറയുന്നൊരു ജംഗ്ഷനാട്ടോ നിൽക്കുന്നത്. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് നടന്നു വന്നേ. പക്ഷെ ഇവിടെ ഒന്നും ചായക്കട ഇല്ല. നോക്കട്ടെ ഏതെങ്കിലും ചായക്കട കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ അങ്ങനെ ഒരു ചായക്കട കണ്ടുപിടിച്ചിട്ടോ. പക്ഷെ റോഡിൽ നിന്ന് അത് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി ഇങ്ങനെ താഴോട്ട് വരണം. നല്ല പരിപ്പോടെ, ചൂടില്ല പക്ഷെ ഇപ്പോഴും ഉണ്ട് ക്രിസ്പി. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപ്പോടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചായക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ വരും. ചായ കിട്ടിയ നല്ല ചൂട് ചായ, അതിന്റെ കൂടെ ഉള്ളിവടയും. അമ്മേ ചൂട്. ഇപ്പൊ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഡിന്നറാണ് ഇത്. നല്ല തണുപ്പുണ്ട്, ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഔട്ട് സൈഡ് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്, നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ, വിറച്ച് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാന്ന് വിചാരിച്ചു. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ക്രിസ്പി കോൺ ഡ്രൈ ഫ്രൈ എടുത്തേക്കുന്നത്. പിന്നെ സാലഡായിട്ട് നമുക്ക് വാട്ടർമെലൺ ചാട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ വാട്ടർമെലൻസ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലഡും വാനില ഐസ്ക്രീമുമാണ്. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്, 2 ചപ്പാത്തി, ചിക്കൻ 65 പിന്നെ ബട്ടർ ചിക്കനും. ഇത്രയേ ഉള്ളൂ. കാരണം ഡിന്നർ ആർക്കും ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. എനിക്കാണ് ഈ ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും. അടുത്ത് ഒരു ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ബട്ടർ ചിക്കൻ കഴിക്കാവേ. കൊള്ളാം, നല്ലതാണ് കേട്ടോ. എനിക്കിതേ ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അതൊക്കെ ബാക്കിയുള്ളവരുടെ ആണ് കേട്ടോ. ഞാൻ ഈ ഫ്രൂട്ട് സാലാഡും ഐസ്ക്രീമും ആയിട്ട് കഴിക്കാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം കേട്ടോ. ബൈ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾ ഉറങ്ങാനൊക്കെ ലേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേറ്റു, ഉണർവ് വീണു. ഭയങ്കര തണുപ്പ്. അതിൻ്റെ കൂടെ ഫാന് വിട്ടിട്ട് ആകെ ഞാൻ തണുത്ത് മരവിച്ചാ കിടന്നെ.
രാവിലെ എന്തെങ്കിലും കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട്. ഈ റിസോർട്ടിന്റെ സൈഡിൽ ഒരു ഏലക്കത്തോട്ടം ഉണ്ട് കേട്ടോ, ചെറിയ അരുവിയൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ആ ഒരു വ്യൂവിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കോഫി കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. രാവിലെ കോഫി ക്രേവിങ് ആണല്ലോ. അപ്പം നല്ല വൈബാ. ക്ലൈമറ്റ് ആണെങ്കിൽ ഭയങ്കര തണുപ്പാ, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ നിന്ന് നല്ല ചൂട് കോഫി കുടിക്കാൻ. പൊതുവേ ഞാൻ അങ്ങനെ കോഫി പേഴ്സൺ ഒന്നും അല്ല, പക്ഷെ എന്തോ ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഒരു കോഫി വേണമെന്ന്. ഹോട്ട് ചോക്ലേറ്റ് ആണ് ആക്ച്വലി കുടിക്കാൻ തോന്നിയത്, പക്ഷെ ഇവിടെ അത് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. കോഫിയാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഒരു കപ്പ് കോഫിക്ക് 2 പാക്കറ്റ് ഷുഗർ ആണ് കേട്ടോ അളവ്. ചിലർക്ക് ഒരെണ്ണം മതിയായിരിക്കും, പക്ഷെ എനിക്ക് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കുറവ് പോലെ തോന്നും. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണേ. ആദ്യം ഞാനൊരു മസാല ഓംപ്ലേറ്റ് എടുക്കുക. പിന്നെ റവ കേസരി ഉണ്ട്, പൂരി ഭാജി ഉണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, സാമ്പാർ, ചട്നി ഇതൊക്കെ ഉണ്ട്. തൽക്കാലം എനിക്ക് ഇത്രയും മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡ് കൂടെ കഴിക്കാം. പിന്നെ മസാല ഓട്സിൽ അല്ല, മസാല ഓംലെറ്റിൽ നല്ലോണം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കേസരിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് കഴിക്കാൻ. മുട്ടക്കറി നല്ല. ഇനി പൂരിയും ഭാജിയും. അങ്ങനെ നമ്മൾ സ്പൈസസ് ലാപ്പിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഇനി അടുത്ത് നമ്മൾ വാഗമണിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു കിഡു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി സ്പെഷ്യാലിറ്റീസും ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെയുള്ള ഭയങ്കര ലൈവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ അല്ലേ 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം